ഫാമിലി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി വഴി എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് കുറച്ച് കിട്ടുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ടാക്സ് നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങൾക്കൊരു ബൈ ടു ലെറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കെ അത് ലിമിറ്റഡ് കമ്പനി വഴിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എസ്റ്റേറ്റിൻ്റെ പാർട്ടാകുകയും അതിന് നിങ്ങൾ ഇൻഹെറിറ്റൻസ് ടാക്സ് കൊടുക്കേണ്ടതായി വരുന്നു. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ഒരു ഫാമിലി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി സെറ്റ് ചെയ്യുകയും ഈ ലിമിറ്റഡ് കമ്പനി എന്നുള്ളത് ഫാമിലി ഇൻവെസ്റ്റ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ഇതുവഴി നിങ്ങൾക്ക് ഫാമിലി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിലെ പല രീതിയിലുള്ള ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി എന്ന രീതിയിൽ പല രീതിയിൽ ഷെയർ ഇഷ്യൂ ചെയ്യുകയും അങ്ങനെ നിങ്ങളുടെ ഓണർഷിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഫാമിലി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ടാക്സ് പ്ലാനോടുകൂടി നെക്സ്റ്റ് ജനറേഷന് നിങ്ങളുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ കൈമാറാനും അങ്ങനെ നിങ്ങളുടെ അസറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുവാനും നിങ്ങളുടെ ലൈഫ് ടൈമിൽ ഈ അസറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻഹെറിറ്റൻസ് ടാക്സും ബാക്കിയുള്ള റിട്ടയർമെൻറ്റ് ടാക്സും കുറയ്ക്കാൻ സാധിക്കുന്നു. വളരെ പോപ്പുലറായിട്ടുള്ള റിട്ടയർമെൻറ്റ് സ്ട്രക്ചറാണ് നിങ്ങളുടെ ലിമിറ്റഡ് കമ്പനി വഴിയുള്ള കമ്പനി നിങ്ങൾ ഒരു ഫാമിലി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അങ്ങനെ കൃത്യമായിട്ടുള്ള ഷെയർ സ്ട്രക്ചറിലൂടെ നിങ്ങളുടെ ലൈഫ് ടൈം ഓണർഷിപ്പ് നിലനിർത്തിക്കൊണ്ട് മറ്റൊരു പ്രോപ്പർട്ടി ട്രസ്റ്റ് കമ്പനിയിലേക്കോ ഒരു നിൽ റേറ്റ് ബാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ട്രസ്റ്റ് കമ്പനിയോ ഇൻട്രസ്റ്റ് പൊസഷനിലുള്ള ഒരു ട്രസ്റ്റ് കമ്പനിയോ അങ്ങനെ ഒരു ഡിസ്ക്രിഷണറി ട്രസ്റ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അസറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുവാനും ടാക്സ് പ്ലാനോടുകൂടി നിങ്ങളുടെ അസറ്റ് മക്കൾക്കും കൊച്ചുമക്കൾക്കും കൊടുക്കുവാൻ സാധിക്കുന്നു. ഇങ്ങനെ ഫാമിലി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി സെറ്റ് ചെയ്യുമ്പോൾ ആ പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്ന കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് പേരൻസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെ സ്പൗസ്, ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രൻ ഇവരെല്ലാം ഈ ഫാമിലി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. അവരുടെ ഷെയർസ് ഓണർഷിപ്പ് എന്ന രീതിയിലും ഇൻകം എന്ന രീതിയിലും അവരുടെ ഷെയർസ് പല ക്ലാസ് ആയിട്ട് തിരിക്കുന്നു. കാരണം പേരൻസിനെ സംബന്ധിച്ച് ലൈഫ് ടൈമിൽ അസറ്റിൻ്റെ കൺട്രോൾ നിലനിർത്തുകയും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ടൈം കഴിയുമ്പോൾ അവർക്ക് അസറ്റ് പാസ് ഓവർ ചെയ്യുകയും അതുകൂടാതെ തന്നെ അവരുടെ ടാക്സ് പൊസിഷൻ അനുസരിച്ച് അവർക്ക് ഇൻട്രസ്റ്റ് വിഡ്രോ ചെയ്യുവാനോ അതിൽ നിന്നുള്ള റെൻ്റൽ ഇൻകം കിട്ടുവാനോ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഇത് ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സിൻ്റെ ടാക്സ് പൊസിഷൻ അനുസരിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ഷെയർ എന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റൈറ്റ്, കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്, അസറ്റ് ഹോൾഡ് ചെയ്യാനുള്ള പവർ, ഇൻകം റിസീവ് ചെയ്യാനുള്ള പവർ എന്നായിരിക്കും പൂർണ്ണമായിട്ടും പേരൻസിൻ്റെ മരണശേഷം അസറ്റ് കുട്ടികൾക്കും ഗ്രാൻഡ് ചിൽഡ്രനും കൈമാറാനുള്ള വ്യവസ്ഥകൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ട്രസ്റ്റ് ഫോം ചെയ്യുകയും ആ ട്രസ്റ്റ് തന്നെ നിൽ ബാൻഡ് സേവ് ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെ 3,25,000 വരെയുള്ള അസറ്റുകൾ കൈകാര്യം ചെയ്യുവാനും ടാക്സ് ഫ്രീ ആയിട്ട് നിങ്ങളുടെ വിൽപത്രം പ്രകാരം അത് നിങ്ങളുടെ ബെനിഫിഷ്യറിക്ക് കൊടുക്കുവാനും നിൽ ബാൻഡ് റേറ്റിലുള്ള ട്രസ്റ്റ് ഫോം ചെയ്യുകയും അതിനുശേഷം ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ പരിധിയിൽ വരുന്ന അസറ്റിന് വേണ്ടി ഇൻട്രസ്റ്റ് പൊസഷൻ ട്രസ്റ്റ് ഫോം ചെയ്യുകയും അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും മറ്റ് സ്പെസിഫിക് റീസൺ ഉണ്ടെങ്കിൽ ഡിസ്ക്രിഷണറി ട്രസ്റ്റിലൂടെ നിങ്ങൾക്കത് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങളുടെ ടോട്ടൽ അസറ്റ് 1 മില്യന് കൂടുതലുണ്ടെങ്കിൽ 40% ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. ഉദാഹരണമായിട്ട് നിങ്ങളുടെ അസറ്റ് 2 മില്യണിൽ കൂടുതലുണ്ടായിരിക്കെ അത് മക്കൾക്ക് കൈമാറുമ്പോൾ 40% ആയിട്ടുള്ള 400,000 ടാക്സാണ് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത്. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ എല്ലാ അസറ്റും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിൽപത്രം പ്രകാരം നിങ്ങൾക്ക് ഫാമിലി കമ്പനിയും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളും മറ്റ് കമ്പനിയിലുള്ള ഷെയർസും എല്ലാം ട്രസ്റ്റിലേക്ക് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടും നിങ്ങളുടെ നിൽ റേറ്റ് ബാൻഡ് ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ടാക്സ് മിറ്റിഗേറ്റ് ചെയ്യാം, ടാക്സ് പ്ലാൻ ചെയ്യാം. അതിലുപരിയായിട്ട് നിങ്ങളുടെ വെൽത്ത് നെക്സ്റ്റ് ജനറേഷന് കൈമാറാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും നിങ്ങളുടെ മക്കൾ ഹൈ സാലറി ഗ്രേഡിൽ വരുന്നത് കൊണ്ട് നിങ്ങളുടെ എസ്റ്റേറ്റിൽ നിന്ന്
ഡയറക്റ്റ് ഇൻകം എടുത്തു കഴിഞ്ഞാൽ അവർക്കും 40% അല്ലെങ്കിൽ 45% സ്ലാബിൽ വരികയും ഇതുകൂടാതെ നിങ്ങൾക്ക് വിദേശ രാജ്യത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ എസ്റ്റേറ്റിൻ്റെ പാർട്ടാകുകയും ഇതൊരു വിൽപത്രത്തിലൂടെ UK-ലെ ഇൻഹെറിറ്റൻസ് ടാക്സ് ത്രെഷ്ഹോൾഡ് ആയിട്ടുള്ള 3,25,000 പൗണ്ട് കവർ ചെയ്തുകൊണ്ട് നിൽ റേറ്റ് ബാൻഡിലോ ട്രസ്റ്റ് ഫോം ചെയ്യുകയും ബാക്കി വരുന്ന തുക ഇൻട്രസ്റ്റ് പൊസഷൻ അല്ലെ ഡിസ്ക്രിപ്ഷണറി ട്രസ്റ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് കുട്ടികൾക്കോ ഗ്രാൻഡ് ചിൽഡ്രനോ കൈമാറാൻ സാധിക്കുന്നതാണ്. ഇത് കൃത്യമായി പ്ലാൻ ചെയ്യും. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിൻ്റെ ഇൻകം വരുമ്പോൾ ഹയർ റേറ്റിൽ കൂടുതൽ ടാക്സ് കൊടുക്കുന്നതുകൊണ്ട് പലപ്പോഴും അവർക്ക് ഈ ഡിസ്ക്രിപ്ഷണറി ട്രസ്റ്റിൽ നിന്ന് ലോൺ എടുക്കുകയും അങ്ങനെ ആ ലോൺ തിരിച്ചടയ്ക്കുകയും അതുവഴി അവർക്ക് ഇമ്മീഡിയറ്റ് ടാക്സിൽ നിന്ന് ഒഴിവാക്കി അവർക്ക് അവരുടെ അസറ്റ് ഗ്രോ ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. ഇങ്ങനെ ഫാമിലി ട്രസ്റ്റ് ഫോം ചെയ്യുമ്പോൾ അതിൽ ഗ്രോത്ത് ഷെയറാണ് കുട്ടികൾക്കും ഗ്രാൻഡ് ചിൽഡ്രനും കൊടുക്കുന്നത്. ഇതുവഴി അവർക്ക് ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് എടുക്കുന്നതിന് പകരം നിങ്ങളുടെ അഡീഷണൽ ആയിട്ടുള്ള എസ്റ്റേറ്റിൻ്റെ ആ ഗ്രോത്ത് റേറ്റിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അതിന് ഇമ്മീഡിയറ്റ് ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഫോം ചെയ്യുന്നത് വഴി ട്രസ്റ്റിൻ്റെ അസറ്റ് നിങ്ങളുടെ ഇൻഹെറിറ്റൻസ് ടാക്സിൻ്റെ അസറ്റിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുകയും അങ്ങനെ നിങ്ങൾക്ക് 40% ടാക്സ് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. നേരത്തെ തന്നെ കൃത്യമായി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി കമ്പനിയും മറ്റ് ബിസിനസ്സിൻ്റെ ഷെയർസും അസറ്റുകളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻഹെറിറ്റൻസ് ടാക്സും മറ്റ് ടാക്സുകളും ഒഴിവാക്കാനും നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾക്ക് തലമുറകളായി ട്രസ്റ്റ് വഴി നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കുവാനും അങ്ങനെ നിങ്ങളുടെ ആഗ്രഹപ്രകാരം തന്നെ ഒരു വിൽപത്രം വഴി നിങ്ങളുടെ സ്വത്തുക്കൾ ട്രസ്റ്റ് വഴി നിങ്ങളുടെ മക്കൾക്ക് കൈമാറുവാനും അതിൻ്റെ ഗ്രോത്ത് വരും തലമുറയ്ക്ക് ആസ്വദിക്കാനും സാധിക്കുന്നതാണ്.